എല്ലാവർക്കും നമസ്കാരം. ഏവർക്കും KS മെന്ററിന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഇമ്പോർട്ടൻറ്റ് ആക്ടിന്റെ ഒരു സ്ട്രാറ്റജി ക്ലാസ് ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഡിഗ്രി തല എക്സാമിനേഷനുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് ഇമ്പോർട്ടൻ്റ് ആക്ട്. പല ആളുകളും മിസ് ചെയ്യുന്നൊരു ടോപ്പിക്കുമാണ് ഇമ്പോർട്ടൻ്റ് ആക്ട്. കാരണം എല്ലാവർക്കും അറിയാം, ഇമ്പോർട്ടൻ്റ് ആക്ടുകളിൽ ഒരുപാട് ഇമ്പോർട്ടൻ്റ് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങളൊരു വേറെ ആക്ട് വായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നതോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള അത്രയും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു ആക്ട് അല്ല ഈ പറയുന്ന ആക്ടുകളൊന്നും. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ സെക്ഷനുകൾ ഉണ്ടായിരിക്കും. അതിൽ പല പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ആ ഇമ്പോർട്ടൻ്റ് ആക്ടിലെ പല സെക്ഷനുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടിരിക്കാം. അപ്പം അതുകൊണ്ട് തന്നെ പല ആളുകളും ഇത് പഠിക്കാൻ വേണ്ടി തയ്യാറാകാറില്ല. പക്ഷേ ഡിഗ്രി തല എക്സാമിനേഷനുകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കോമ്പറ്റേറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു മാർക്ക് പോലും നമുക്ക് മിസ്സാകാൻ പാടില്ല. കാരണം ഒരു മാർക്കിൽ പോലും 50 100 റാങ്കുകൾ മാറ്റം വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്ന ടോപ്പിക്ക് ഒരു കാരണവശാലും ഡിഗ്രി തല എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി മിസ് ഔട്ട് ആകാൻ പാടില്ലാത്തൊരു ടോപ്പിക്കാണ്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഒരു ടോപ്പിക്ക് ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ ഇത് പഠിക്കണം, KS മെന്ററിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇവിടെ ഈ ഒരു ടോപ്പിക്കുകൾ കൈകാര്യം ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദി സിലബസ്. സിലബസിൽ എന്ത് പറയുന്നു? ഡിഗ്രി തല എക്സാമിനേഷന്റെ സിലബസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സിലബസിൽ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് ടോട്ടലി 5 മാർക്കാണ് അലോക്കേറ്റ് ചെയ്തിരുന്നത്. ടോട്ടലി 5 മാർക്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു മാർക്ക് പോലും വിട്ടുകളയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ 5 മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിസ്റ്ററിക്കോ ജോഗ്രഫിക്കോ എക്കണോമിക്സിനോ ഈ പൊളിറ്റിക്കലോ സയൻസിനോ അല്ലെങ്കിൽ പൊളിറ്റിക്കോ നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നുണ്ടാകാം. അതേ സമയം തന്നെ എവിടെ ചെലവഴിക്കേണ്ടി വരുന്നു? നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആക്ടിൽ ചെലവഴിക്കണം. പൊളിറ്റിക്കൊക്കെ ഒരുപാട് പേര് ഇരുന്ന് ഒരുപാട് സമയത്ത് പഠിക്കാറുണ്ട്. എക്കണോമിയിൽ ഒരുപാട് സമയം പഠിക്കുന്നുണ്ട്. ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ ഒരുപാട് സമയം പഠിക്കുന്നുണ്ട്. പക്ഷേ അത്രയും സമയം തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ടുകളിലേക്ക് പല ആളുകളും കൊടുക്കാറില്ല. പക്ഷേ അതേ സമയം പോലും നമുക്ക് വേണ്ടാതെ, അത്ര പോലും ടൈം നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാതെ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ത് ചെയ്യാം? ഇമ്പോർട്ടൻ്റ് ആക്ടിലെ 5 ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത്രയും സിമ്പിളാണ് ഈ ടോപ്പിക്ക്. ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത്രയും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആക്ടുകളുടെ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. വളരെ സിമ്പിൾ ആയിട്ട് ആക്ടിന്റെ പെരിഫറൽ ആയിട്ടുള്ള രീതിയിൽ നിന്ന് തന്നെയാണ് ചോദ്യങ്ങൾ റീസെന്റ് ആയിട്ടുള്ള എക്സാമിനേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ടോട്ടലി 5 മാർക്കാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചു വരുന്നത്. ഈ 5 മാർക്കിൽ നിന്ന് തന്നെ ഈ ഒരു ടോപ്പിക്കിൽ വരുന്ന ഏതൊക്കെ ആക്ടുകളുണ്ട് എന്നാണ് നമ്മളിത് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ സിലബസിൽ തന്നെ ഈ ഒരു ബ്രേക്ക് ഡൗൺ കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ ഏതൊക്കെ ആക്ടുകളാണ് പഠിക്കേണ്ടതെന്നാണ് നമുക്ക് ആദ്യം അനലൈസ് ചെയ്യേണ്ടത്. സോ ഇതിൽ അനലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആക്ടാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടിൽ നിന്ന് മസ്റ്റ് ആയിട്ടൊരു ചോദ്യം ഉണ്ടാവും. എപ്പോഴും ഏത് സമയത്തും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് അഥവാ വിവരാവകാശ നിയമം എന്ന് പറയുന്ന നിയമം. സോ എപ്പോഴും ഡിഗ്രി തല എക്സാമിനേഷനുകളിൽ ചോദിച്ചു വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. സോ ഇമ്പോർട്ടൻ്റ് ആക്ടിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകളും മറ്റു കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ തവണ ചോദ്യം വരുന്നത്. സോ ആദ്യത്തെ നിയമം റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. രണ്ടാമത്തെ നിയമം എന്ന് പറയുന്നത് റൈറ്റ് ടു പബ്ലിക് സർവീസസ്, കേരള സ്റ്റേറ്റ് റൈറ്റ് ടു പബ്ലിക് സർവീസസ് ആക്ട് ഓഫ് 2012. കേരള സർവീസിന്റെ അല്ലെങ്കിൽ കേരള സംബന്ധമായിട്ടുള്ള ഒരു നിയമമാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ഇൻഫോർമേഷൻ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു നിയമമാണ്, അല്ലേ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് നിങ്ങളൊരു ബ്യൂറോക്രാറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്യൂറോക്രാറ്റുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ് ദി കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് ഓഫ് 2012. ഇതാണ് രണ്ടാമത്തെ നിയമം. മൂന്നാമത്തെ നിയമം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമേഴ്സിനെ സംബന്ധമായിട്ടുള്ള നിയമം ഏത് തന്നെയാണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 2019. 2019 വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആണ് 2019 നിയമം. 986 മറ്റൊരു നിയമം ഉണ്ടായിരുന്നു. പക്ഷേ 986 നിയമമല്ല നമുക്ക് പഠിക്കാനുള്ളത്. അതിനെ മറികടന്നുകൊണ്ട് പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട 2019 നിയമമാണ് നമുക്കിപ്പോൾ പഠിക്കാനുള്ളത്. ഓക്കെ, ഇതിനുശേഷം അടുത്ത ഇമ്പോർട്ടൻ്റ് ആക്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻ. വൾണറബിൾ സെക്ഷൻ സൊസൈറ്റിയിലുള്ള നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികളോ അല്ലെങ്കിൽ പല ഗ്രൂപ്പ് ഓഫ് ആളുകളോ ഉണ്ട്. ഇവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഏതൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു? SC/ST വിഭാഗത്തിന് വേണ്ടി ഏത് നിയമമുണ്ട്? നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് 1955 ദി ഫസ്റ്റ് ആക്ട് ആണ്.
SC വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള 2 ആക്ടുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ട് പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് 1955, ഒരു നിയമം. രണ്ടാമത് SC വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോപ്പുലർ നിയമമാണ് SC പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഓഫ് 1989. SC പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഓഫ് 1989. ഇതിനുശേഷം കേരള സ്റ്റേറ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബൽ കമ്മീഷൻ പഠിക്കാനുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭാഗമായിട്ട് വരുന്നത് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശ നിയമം. യെസ്, അപ്പോൾ SC ഭാഗത്ത് നിന്ന് വരുന്ന അടുത്ത നെക്സ്റ്റ് ഒരു അല്ലെങ്കിൽ SCക്ക് ശേഷം വരുന്ന മറ്റൊരു നിയമമാണ് മനുഷ്യാവകാശ നിയമം. അതിനുശേഷം വരുന്ന ഒരു നിയമമാണ് മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട്. മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട്, വയോധികർക്കും അതോടൊപ്പം തന്നെ രക്ഷകർത്താക്കൾക്കും വേണ്ടിയിട്ടുള്ള അവരുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ടുള്ള മറ്റൊരു നിയമമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വൾണറബിൾ സെക്ഷൻ ആയിട്ടുള്ള ഒരു സെക്ഷനുള്ള അടുത്ത നിയമം. ഇതോടൊപ്പം തന്നെ പഠിക്കേണ്ട മറ്റൊരു വൾണറബിൾ സെക്ഷനാണ് ദി ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്. ട്രാൻസ്ജെൻഡർ പേഴ്സണുകൾ ഒരുപാട് തരത്തിലുള്ള വിവേചനം സമൂഹത്തിൽ നേരിടാറുണ്ട്. അത്തരത്തിലുള്ള വിവേചനം നേരിടുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് അവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാനോ അല്ലെങ്കിൽ അവകാശങ്ങൾ നേടിയെടുക്കാനോ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മറ്റൊരു നിയമമാണ് ദി ട്രാൻസ്ജെൻഡർ പേഴ്സൺസ് പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് ഓഫ് 2019. സോ വൾണറബിൾ സെക്ഷനുകൾക്ക് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് ഇത്രയും നമ്മൾ പഠിക്കാനുള്ളത്. ഇനി പ്രത്യേകമായിട്ട് നോക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട്. പിന്നീട് വരുന്നതാണ് ഗാർഹിക പീഡനത്തിനെതിരായിട്ടുള്ള നിയമം, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ഡൗറി പ്രൊഹിബിഷൻ ആക്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, അറ്റ് ദി സെയിം ടൈം ദി നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ ആക്ട് 1990. ഈ 3 നിയമങ്ങളാണ് സ്ത്രീകൾക്ക് വേണ്ടി അല്ലെങ്കിൽ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന നിയമങ്ങൾ. ഈ 3 നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. കൂടുതൽ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡ് ഓഫ് ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം ഏതാണ്? കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമമാണ് പോക്സോ നിയമം, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. അല്ലെ, കുട്ടികൾ ഇത്തരത്തിലുള്ള സെക്ഷൽ ഒഫൻസുകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന ഒരു നിയമം. സോ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിയമം പോക്സോ നിയമം. ഇതിനുശേഷം നിങ്ങളുടെ സിലബസിൽ കൊടുത്തിരിക്കുന്ന മറ്റൊരു കാര്യമാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് ദി പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഓഫ് 1988, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് ഓഫ് 2003 ആൻഡ് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് ഓഫ് 2013 ആൻഡ് സ്പെസിഫിക്കലി ദി കേരള ലോകായുക്ത ആക്ട് ഓഫ് 1999. ഒബ്വിയസ്ലി നിങ്ങൾ ഈ ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പബ്ലിക് സർവീസിലേക്ക് കയറുന്ന വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരും. തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില നിയമങ്ങളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി പബ്ലിക് സർവൻറ്റിന്റെ ഭാഗമായിട്ട് അവരുടെ ഡെഫിനിഷൻ, ഒഫൻസുകൾ എഗെയിൻസ്റ്റ് പബ്ലിക് സർവൻറ്റുകൾ, അതിനെക്കുറിച്ച് പഠിക്കണമെന്ന് നിങ്ങളുടെ സിലബസിൽ പറയുന്നു. ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആക്ട് 1985 നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലും കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ കോമ്പോസിഷൻ ആൻഡ് പവറും പഠിക്കുന്നുണ്ട്. സോ ഇതിൽ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് ആക്ട് ഓഫ് 1985 ആണ്. സോ ഇത്രയും ആക്ടുകളാണ് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ആക്ടുകൾ. ഈ ആക്ടുകൾ എങ്ങനെ പഠിച്ചെടുക്കാം? ഈ ആക്ടുകളിൽ നിന്ന് ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം? ഏതൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ പ്രീവിയസ് ഇയർ എക്സാമിനേഷനുകൾ, ഡിഗ്രി തല എക്സാമിനേഷനുകൾ ചോദിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിനേഷനുകളിലും കേരള ബാങ്കിന്റെ എക്സാമിനേഷനും വരുന്ന കോമൺ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആക്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്ന ചോദ്യ പേപ്പറുകളിൽ എങ്ങനെ ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ആ ചോദ്യങ്ങൾ ഏത് രീതിയിലാണ്, ഡിഫിക്കൽട്ട് മോഡിലുള്ള എക്സാമിനേഷൻ ആണോ, അതോ മീഡിയം ലെവൽ എക്സാമിനേഷൻ ആണോ, അതോ വളരെ ഈസി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറുകളാണോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസുകളാണോ വന്നതെന്നാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. സോ എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. സോ നമുക്കറിയാം, വി ഹാവ് ടു പ്ലാൻ, വി ഹാവ് ടു പ്രിപ്പയർ ആൻഡ് വി ഹാവ് ടു പെർഫോം. സോ മൂന്നാമത്തെ കാര്യം നിങ്ങളാണ് ചെയ്യേണ്ടത്. പ്ലാൻ ചെയ്യേണ്ടതും പ്രിപ്പയർ ചെയ്യേണ്ടതും എങ്ങനെയാണെന്ന് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിൽ എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്ക് പഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ടോപ്പിക്കുകളിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് ആണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഈ ഒരു ടോപ്പിക്കിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. സപ്പോസ് ചില ആളുകളെങ്കിലും ഇമ്പോർട്ടൻ്റ് ആക്ടുകളിലെ ഒരു ബെയർ ആക്ട് വായിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം. പക്ഷെ ബെയർ ആക്ടുകൾ 100, 200, 300 പേജുകൾ വായിച്ച് അതിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട കണ്ടന്റ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹെവി ടാസ്ക് ആണ്. ആ ടാസ്ക് ആണ് നമ്മളിവിടെ സിംപ്ലിഫൈ ചെയ്ത് തരുന്നത്. ഇമ്പോർട്ടൻ്റ് ആക്ടുകളിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷനുകൾ അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകളാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ എടുത്തു മാറ്റി വെക്കുന്നത്.
ആ ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകളെ കുറിച്ചുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ കൂടുതൽ തരിക. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ സെക്ഷനുകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചുകൊണ്ട് ആ സെക്ഷനുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ എല്ലാ സെക്ഷനുകളും പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിനേഷനിൽ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിബിൾ അല്ല. ആ ആക്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും തരത്തിലുള്ള അപ്ഡേഷനുകൾ ഉണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നതിനനുസരിച്ച് ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകൾ നിങ്ങൾ മാത്രം പഠിക്കണം. ആ ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകളാണ് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൂടുതൽ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതും കൂടുതൽ അല്ലെങ്കിൽ ഊന്നൽ നൽകേണ്ടത്. പിന്നീടുള്ളത് PYQs ആണ്. PYQs അനലൈസ് ചെയ്യണം. കാരണം പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എങ്ങനെ വരുന്നു, കാരണം ഒരു ചോദ്യപേപ്പറുകൾ അനലൈസ് ചെയ്താലാണ് നമുക്കിനി എന്ത് വരുമെന്ന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് എല്ലാ എക്സാമിനേഷനുകളും അങ്ങനെ തന്നെയാണ്. PSC ഡിഗ്രി തലത്തിലുള്ള എക്സാമിനേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ LEC എക്സാമിനേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ KS എക്സാമിനേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള എക്സാമിനേഷൻ എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ ആ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അനലൈസ് ചെയ്യണം. ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ആ ടോപ്പിക്കിൽ നിന്ന് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നതെന്ന് മനസ്സിലാക്കിയാലാണ് നമുക്കത് എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് മനസ്സിലാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ്. ഇത്രയും ആക്ടുകൾ പറയുന്നുണ്ടെങ്കിലും ഈ ആക്ടുകളിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക്സ് മനസ്സിലാക്കണം, അല്ലെ? എപ്പോഴും എല്ലാ ആക്ടുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാറില്ല, പക്ഷേ ചില ഹോട്ട് ടോപ്പിക്കുകൾ PSCക്ക് ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ എക്സാമിനേഷനുകളും ഒരു പ്രത്യേക പാറ്റേൺ ആണ്, അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളോ ടോപ്പിക്കുകളോ ഒക്കെ പലപ്പോഴും റെപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ കാണാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഐഡന്റിഫൈങ് ദി ഹോട്ട് ടോപ്പിക് എന്ന് പറയുന്നതാണ് മറ്റൊരു ടാസ്ക്. നമുക്കത് എങ്ങനെ ക്രാക്ക് ചെയ്യാമെന്ന് നോക്കാം. ഇതിൽ PYQവിൽ എങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എ കംപ്ലൈന്റ് റിലേറ്റിംഗ് ടു unfair trade practices under the Consumer Protection Act 2019 may be filed before. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം കംപ്ലൈന്റുകൾ ആർക്കൊക്കെ കൊടുക്കാമെന്നുള്ള ചോദ്യമാണ്. ഡിസ്ട്രിക്ട് കളക്ടർ, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, കമ്മീഷൻ ഓഫ് റീജിയണൽ ഓഫീസ് ആൻഡ് ഓൾ ദി അബവ്, അല്ലേ? സോ ഈ പറയുന്ന 4-ൽ ആർക്ക് കൊടുക്കാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വായിക്കുന്ന ആ ഒരു ആക്ടിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷനുകളിൽ പറയുന്നത് മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊരു സിമ്പിൾ അല്ലെങ്കിൽ വളരെ ഈസി ലെവലിലുള്ള ഒരു ചോദ്യമായിട്ട് ഇത് കണക്കാക്കാം. വളരെ ഈസി ലെവലിലുള്ള ചോദ്യമാണ്, അല്ലേ? ഒരു ഡിഫിക്കൽട്ട് ലെവലിലുള്ള ചോദ്യമല്ല, അല്ലെങ്കിൽ ഒരു ആവറേജ് ഒരു മിഡിൽ നിൽക്കുന്ന ചോദ്യമല്ല, ഡിഫിക്കൽട്ട് ലെവലിലുള്ള ചോദ്യമല്ല. വളരെ ഈസി ആയിട്ട് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് എ ടൈം ലിമിറ്റ് വിത്തിൻ വിച്ച് ആൻഡ് ഇൻഫോർമേഷൻ ഈസ് ടു ബി പ്രൊവൈഡഡ് റിഗാർഡിംഗ് ദി ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ അണ്ടർ RT Act of 2005? മനുഷ്യാവകാശ നിയമത്തിൽ നിന്ന് ചോദിച്ചൊരു ചോദ്യമാണ്. അതിൽ ഓപ്ഷനുകൾ 30 days, 24 hours and 60 days and 48 hours. ലൈഫ് ആൻഡ് ലിബർട്ടിയെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എത്ര ടൈമിനുള്ളിൽ അത് കൊടുത്തിരിക്കണം ആ ഒരു ഇൻഫോർമേഷൻ എന്നുള്ള ചോദ്യം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആ ചോദ്യത്തിന് ഉത്തരം 48 hours ആണ്. 48 മണിക്കൂറിനുള്ളിൽ ആ ഇൻഫോർമേഷൻ കൊടുത്തിരിക്കണം. PAO കൊടുത്തിരിക്കണമെന്ന് നിർബന്ധമാണ്. ഇഫ് ഇറ്റ് അഫക്ട്സ് ദി ലൈഫ് ആൻഡ് ലിബർട്ടി ഓഫ് എ പേഴ്സൺ. സോ ഈ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ RTIന്റെ ക്ലാസ്സിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ആദ്യം തന്നെ പറഞ്ഞു പോകുന്ന ഏറ്റവും ബേസിക് ഇൻഫോർമേഷൻ ആണ് RTIയെ സംബന്ധിച്ച്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള, വളരെ ഈസി ലെവലിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ഒരുപാട് ഡീറ്റെയിലേക്കൊന്നും പോകുന്നില്ല. RTIയെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഈ പോയിന്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് RTIന്റെ ഈ ഒരു ടോപ്പിക്. പിന്നീട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, പ്രൊട്ടക്ഷൻ ഓഫ് വിമൺ ഫ്രം സെക്ഷൽ ഹരാസ്മെന്റ് ആക്ടിന്റെ ഭാഗമായിട്ട് എത്ര വിമൻസ് മെമ്പേഴ്സ് അതിന്റെ ഭാഗമാകണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2/3, 1/2, 1/4, 1/5. സോ ഈ ഒരു ആക്ട് പഠിക്കുന്ന സമയത്ത് സിമ്പിളായിട്ട് പറഞ്ഞു പോകുന്ന ഒരു ഓപ്ഷൻ തന്നെയാണിത്. അതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ, കേരള ലോകായുക്ത ആക്ട്, നമ്മൾ ലാസ്റ്റ് ആക്ടിന്റെ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്. ലോകായുക്ത ആക്ടിന്റെ ഭാഗമായിട്ട് കേരള ലോകായുക്ത ആക്ട് ഓഫ് 1999 പഠിക്കണം. കേരള ലോകായുക്ത ആക്ടിന്റെ ഭാഗമായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഫങ്ഷൻസ് ഓഫ് സ്പെസിഫൈഡ് അതോറിറ്റീസ് ഫോർ മേക്കിംഗ് എൻക്വയറീസ് ഇൻ ടു എനി ആക്ഷൻ റിലേറ്റബിൾ ടു മാറ്റർ സ്പെസിഫൈഡ്. താഴെ പറയുന്ന ഏത് ലിസ്റ്റിലാണ്, ഏത് ഷെഡ്യൂളിലാണ് ഇതിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും വളരെ ഈസി ലെവലിലുള്ള ചോദ്യമാണ്. ചില ആളുകൾക്ക് അറിയുന്നതായിരിക്കില്ല, ചില ആളുകൾക്ക് അറിയാമായിരിക്കും. എന്നിരുന്നാലും ഈ ഒരു ആക്ടിന്റെ ഭാഗമായിട്ട് ക്ലാസ്സിലേക്ക് വരുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണത്. And last and final one, Transgender Persons Protection of Rights Act of 2019 was introduced in the Lok Sabha by whom? ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഇത് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു ചോദ്യമല്ലേ? യെസ്. സോ അതുകൊണ്ട് തന്നെ ഈ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കോമൺ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യങ്ങൾ ഒരു പരിധിക്കപ്പുറം നിങ്ങളെ കുഴപ്പിക്കുന്നതായിട്ടുള്ളതോ
അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ നിങ്ങളെ ഒരു കാരണവശാലും നിങ്ങൾ ആൻസറിലേക്ക് എത്തരുത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്. ആക്ടിൽ പറയുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതിൽ നിന്ന് തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ഫാക്റ്റുകളോ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഇൻഫോർമേഷനുകളോ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ളൂ അല്ലേ. നമ്മൾ PVQ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, അങ്ങനെ മനസ്സിലാക്കി നമ്മൾ എടുക്കണം. സോ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതും. അങ്ങനെ വേണം നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിനെ അപ്രോച്ച് ചെയ്യാൻ. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലയബിൾ സോഴ്സ് എന്ന് പറയുന്നത്. സോ ആ സോഴ്സ് വളരെ റിലയബിൾ ആണ്. ആ സോഴ്സിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു വളരെ സിമ്പിൾ ടു മോഡറേറ്റ് ലെവൽ ഓഫ് എക്സാം ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതെന്നാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, SC/ST പ്രിവെൻഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നിലവിൽ വന്നിരിക്കുന്ന ഒരു ചോദ്യം വന്നിട്ടുണ്ട്. യെസ്, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ. സോ ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നൊരു ഡൗട്ടാണ്, സാർ നമുക്ക് ഈ ഒരു ബെയർ ആക്ട് പഠിക്കണം? വേണ്ട. എല്ലാവർക്കും ചോദിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരുടെ മനസ്സിൽ വരുന്നൊരു കാര്യമാണ് ബെയർ ആക്ട് പഠിക്കണം. ഒരിക്കലും വേണ്ട. ബെയർ ആക്ട് എന്ന് പറയുന്ന കാര്യം നമ്മൾ ക്ലാസ്സിൽ പഠിക്കുന്നില്ല. ഈ ബെയർ ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകൾ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ജനറൽ ആയിട്ട് അത് മുന്നോട്ട് വെക്കുന്ന ചില കണ്ടീഷനുകളോ പ്രൊവിഷനുകളോ മാത്രമാണ് നമുക്ക് പഠിക്കേണ്ട ആവശ്യമുള്ളൂ. സോ നമ്മൾ ബെയർ ആക്ട് വായിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ബിഗ് നോ ആണ്. വേണ്ട. ഒരു ഉദ്യോഗാർത്ഥിയും ബെയർ ആക്ട് വായിക്കേണ്ട ആവശ്യമില്ല. കാരണം എക്സാമിനേഷൻ അത് ഡിമാൻഡ് ചെയ്യുന്നില്ല. എക്സാമിനേഷൻ ഇപ്പോൾ നിങ്ങളൊരു ജുഡീഷ്യൽ എക്സാമിനേഷൻ ആണ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ബെയർ ആക്ട് ഒക്കെ പഠിച്ചിരിക്കണം. പക്ഷേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ഡിഗ്രി തരത്തിലുള്ള PSC എക്സാമിനേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ബെയർ ആക്ട് വായിക്കേണ്ട. ബെയർ ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വേണം ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യാൻ, നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ ആക്ട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. അതോടൊപ്പം തന്നെ പ്രീവിയസ് ചോദ്യങ്ങളുടെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നിങ്ങൾക്ക് വേണ്ട സോഴ്സുകളാണ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഇതിൻ്റെ സോഴ്സുകൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ, ഇതിൻ്റെ സോഴ്സുകൾ നിങ്ങൾ ഗൂഗിളിൽ നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും ബെയർ ആക്ട് കിട്ടും. സ്വാഭാവികമായിട്ടും നമ്മൾ ബെയർ ആക്ട് വായിക്കേണ്ടെന്ന് പറഞ്ഞു. സോ എന്താണ് ഇതിൻ്റെ സോഴ്സ്? സോഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് സോഴ്സ് KS മെന്ററിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽ. ഈ സ്റ്റഡി മെറ്റീരിയലുകളിൽ എന്താണ് സ്പെസിഫിക്കലി നിങ്ങൾ പഠിക്കേണ്ടതെന്നോ അല്ലെങ്കിൽ ആക്ടിനെ ജനറലായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്ന പല പ്രത്യേകമായിട്ടുള്ള പ്രൊവിഷനുകളോ കാര്യങ്ങളോ ഈ ഒരു നോട്ടിലുണ്ടാവും. ആ നോട്ടാണ് നിങ്ങൾക്ക് അടിസ്ഥാനമാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കയ്യിലിരിക്കേണ്ട കാര്യം. സോ ഈ നോട്ടിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങളാണ് ഭൂരിഭാഗം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതും ഭൂരിഭാഗം ചോദ്യങ്ങൾ ഇനി വരാൻ പോകുന്നത്. സോ ഈ നോട്ടായിരിക്കണം നിങ്ങളുടെ കയ്യിലിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. പിന്നീട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, യെസ്, അത് മറ്റൊരു റെഫറൻസ് നോട്ടാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് മറ്റൊരു റെഫറൻസ് നോട്ട്. കാരണം എങ്ങനെയാണ് ചോദ്യങ്ങൾ വന്നതെന്ന് നമ്മൾ അറിയണമെങ്കിൽ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്തിരിക്കണം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് മറ്റൊരു സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ ബെയർ ആക്ട്. ബെയർ ആക്ട് നിങ്ങൾ വായിക്കേണ്ട, എന്നിരുന്നാലും നിങ്ങളുടെ കയ്യിൽ ഈ ബെയർ ആക്ടുകൾ നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബെയർ ആക്ടുകൾ ജസ്റ്റ് കയ്യിൽ വെക്കുക. ഇൻ കേസ് നിങ്ങൾക്കൊന്ന് ഒരു കാര്യത്തെക്കുറിച്ച് ക്ലാരിറ്റി വേണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വായിക്കണമെങ്കിൽ ആ ബെയർ ആക്ടുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സുകൾ. ബെയർ ആക്ടിൽ നിന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയലുകളും അതോടൊപ്പം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സുമാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസുമാണ് മേജർ ആയിട്ടുള്ള സോഴ്സസ്. ഈ 3 സോഴ്സുകളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് അനലൈസ് ചെയ്ത് അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മേജർ സോഴ്സുകൾ. ഓക്കെ, സോ ഇത്രയും സോഴ്സുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ഈസ് ദി ബെനിഫിറ്റ് ഓഫ് ദിസ് ടോപ്പിക്. എന്താണ് ഈ ടോപ്പിക്ക് പഠിച്ചാലുള്ള ഗുണം എന്നുള്ളതാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, സെക്രട്ടറി ട്രസ്റ്റിൻ്റെ എക്സാമിനേഷൻ, കേരള ബാങ്കിൻ്റെ എക്സാമിനേഷൻ, ഈ എക്സാമിനേഷനുകൾ കോമൺ ആയിട്ട് ഇതേ ടോപ്പിക്ക് തന്നെയാണ്. സോ വൺസ് നിങ്ങളൊരു ടോപ്പിക്ക് ഒരു എക്സാമിനേഷന് വേണ്ടി ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റൊരു എക്സാമിനേഷനിലേക്ക് വരുമ്പോൾ ഇതേ ടോപ്പിക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എഫേർട്ട് ഒരിക്കലും വേസ്റ്റ് ആകുന്നില്ല അല്ലേ. ഇപ്പോൾ വൺസ് നിങ്ങൾ പൊളിറ്റി പഠിക്കുന്നു, പൊളിറ്റി നിങ്ങൾ ഡിഗ്രി തല പ്രിലിംസിന് പഠിക്കുകയാണെങ്കിലും ഡിഗ്രി തല മെയിൻസ് എക്സാമിനേഷന് പഠിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിലും അതിനകത്ത് പൊളിറ്റി അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ കോമൺ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഹിസ്റ്ററിയും അങ്ങനെ തന്നെയാണ്, ജോഗ്രഫി അങ്ങനെ തന്നെയാണ്, അതോടൊപ്പം തന്നെ എക്കണോമി അങ്ങനെ തന്നെയാണ് അല്ലേ. സോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അസറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് ആക്ട്. നിങ്ങൾക്ക് മിക്ക എക്സാമിനേഷനുകളിലും റിപ്പീറ്റേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ വൺസ് നിങ്ങളൊരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് എക്സാമിനേഷനുകൾക്ക് ഇത് ഉപകാരപ്രദമായിരിക്കും. സപ്പോസ് നിങ്ങളൊരു LDC പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കാം, തീർച്ചയായിട്ടും LDCയിലും ഇതേ ടോപ്പിക്കുകൾ തന്നെയാണ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആക്ടിൻ്റെ ഭാഗമായിട്ട് ഇതേ ടോപ്പിക്കുകൾ തന്നെ ഇതേ ആക്ടുകൾ തന്നെ നിങ്ങൾക്ക് LDCയിലും പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ PSC തരത്തിലുള്ള എക്സാമിനേഷനുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആക്ട് പഠിച്ചിരിക്കണം.
ചോദ്യങ്ങൾ റിപ്പറ്റേറ്റീവായിട്ട് ചോദിക്കുന്നുണ്ട്. 5 മാർക്കിനുള്ള ചോദ്യങ്ങൾ മസ്റ്റായിട്ട് ചോദിച്ചിരിക്കും. ഒരു കാരണവശാലും ഒരു മാർക്ക് പോലും മിസ്സാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക്ക് എങ്ങനെയാണ് അനലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നുള്ള ഒരു സെക്ഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.